ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് പിയേഴ്സ് സോപ്പ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് ഒത്തിരി കസ്റ്റമേഴ്സ് എനിക്ക് വരുന്നുണ്ട്. നമ്മുടെ വീഡിയോ കണ്ടിട്ടേ പുതിയതായിട്ട് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ തുടക്കക്കാരാണ് അവരെല്ലാവരും. അപ്പോൾ പിയേഴ്സ് സോപ്പ് ഉണ്ടാക്കാനായിട്ടൊക്കെ അവർക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, പിയേഴ്സ് സോപ്പൊന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ടെന്ന് പറയും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യും, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 1/2 കിലോ പ്രീമിയം ക്വാളിറ്റി ബേസാണ് കേട്ടോ എടുത്തേക്കണത്. അപ്പോൾ 1/2 കിലോ പ്രീമിയം ക്വാളിറ്റി ബേസ്, ഇത് വൈറ്റമിൻ ഇ ഓയില്, പിന്നെ വെജിറ്റബിൾ ഗ്ലിസറിൻ, പിന്നെ നമുക്ക് ഇത് ഹണിയാണ് കേട്ടോ. ഇത് പിന്നെ ഒരു കാര്യം, ഇത് ഒറിജിനൽ ഹണിയാണ് കേട്ടോ. ഒരു ശതമാനം പോലും ഇതിൽ നമ്മൾ മായം കണ്ടെത്തിയാൽ 100 കിലോ ഹണി ഫ്രീ ആണെന്നാണ് നമ്മൾ എടുക്കണ ആൾ പറയണേ കേട്ടോ. അവർക്ക് സ്വന്തമായിട്ട് ഫോറസ്റ്റ് ഏരിയയിൽ ഇങ്ങനെ ഹണി എടുക്കണ ഒരു ഇത് സംഭവമൊക്കെ ഉണ്ട്. അല്ലാതെ ഇത് വീടുകളിൽ റബ്ബറും തോട്ടത്തിലൊക്കെ വെക്കൂലേ ഇങ്ങനെ ഹണി കിട്ടാനായിട്ട് പെട്ടിയൊക്കെ വെച്ചിട്ട്, അങ്ങനെയുള്ള ഹണിയല്ല കേട്ടോ. ഇത് ഫോറസ്റ്റ് ഹണിയാണ്, ഒറിജിനൽ ഹണിയാണ്. അപ്പോൾ നമുക്കത് കഴിച്ച് നോക്കുമ്പോഴും അത് നമുക്ക് മനസ്സിലാവും കേട്ടോ ഒറിജിനൽ ഹണിയാണെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ പിയേഴ്സ് സോപ്പുകളിലൊക്കെ ഈ ഒരു ഹണിയാണ് ചേർക്കണത്. പിന്നെ ഒത്തിരി ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് സെയിലിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഒറിജിനൽ ഹണി വേണമെങ്കിൽ അത് പറഞ്ഞേക്ക്, അയച്ചുതരാം. പിന്നെ നമുക്ക് പിയേഴ്സിൻ്റെ ഫ്രാഗ്രൻസ് എടുത്തിട്ടുണ്ട്, പിന്നെ പിയേഴ്സിൻ്റെ കളറും. ഇത്രയാണ് നമുക്ക് പിയേഴ്സ് സോപ്പ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ബേസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഡബിൾ ബോയിൽ മെത്തേഡിലാണ് നമ്മൾ മെൽറ്റ് ചെയ്യണത്. അതറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ എൻ്റെ പഴയ വീഡിയോയിൽ ഒന്ന് പോയി നോക്കിയാൽ അത് കണ്ട് പഠിക്കാം കേട്ടോ. അപ്പോൾ നമുക്കെല്ലാം കൂടി കാണിക്കുമ്പോൾ ഒത്തിരി വീഡിയോ ലോങ്ങായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാനിത് മെൽറ്റാക്കി കൊണ്ടുവരട്ടെ, ബാക്കി പറഞ്ഞുതരാം കേട്ടോ. ആർക്ക് പഠിക്കാൻ വേണ്ടിയല്ലേ എൻ്റെ വീഡിയോ, അപ്പോൾ പിന്നെ ഇതും കൂടി കാണിക്കണ്ടേ. ഞാൻ മുമ്പ് പറഞ്ഞ എൻ്റെ പഴയ വീഡിയോ കണ്ടാൽ മതി ഡബിൾ ബോയിൽ എങ്ങനെ ചെയ്യണേന്ന്. അപ്പോൾ എനിക്കത് ശരിയല്ല എന്ന് തോന്നി. അതുകൊണ്ട് ഞാനിത് അടിയിലൊരു പാത്രം വെച്ചിട്ട് അതിൽ വെള്ളം വെക്കുക, അതിൻ്റെ മുകളിൽ വേറൊരു പാത്രത്തിൽ ബേസ് വെക്കുക കേട്ടോ. അങ്ങനെയാണ് ഡബിൾ ബോയിൽ ചെയ്ത് എടുക്കണത്. തുടക്കക്കാർ ഒരു കാര്യം ചെയ്യേണ്ടത്, നമ്മൾ ഡബിൾ ബോയിൽ വെക്കാൻ ചെയ്ത ശേഷം പിന്നെ പെട്ടെന്ന് തന്നെ മോൾഡൊക്കെ എടുത്ത് സെറ്റാക്കി വെക്കണം കേട്ടോ. ഇത് 90 ഗ്രാമിൻ്റെ പിയേഴ്സിൻ്റെ മോൾഡാണ്. അപ്പോൾ മോൾഡൊക്കെ നമ്മുടെ അടുത്തുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടവർ അത് ഓർഡർ ആക്കുക കേട്ടോ, ഞാൻ അയച്ചുതരാം. പിന്നെ മോൾഡൊക്കെ എടുത്ത് വെക്കണം. നമ്മൾ ബേസൊക്കെ എടുത്ത് കൊണ്ടുവന്ന ശേഷം പിന്നെ മോൾഡ് എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ബേസ് പെട്ടെന്ന് അങ്ങോട്ട് സെറ്റായി പോകും. അപ്പോൾ പിന്നെ നമുക്ക് കുറേ നഷ്ടം വരും. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ട ഹണിയൊക്കെ എടുത്ത് വെക്കാം. ഇനി പിന്നെ പ്രത്യേകം ഒരു കാര്യം പറയാനുള്ളത്, ബേസ് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഇളക്കിക്കൊണ്ട് ഒന്നും ഇരിക്കണ്ട കേട്ടോ. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് വിചാരിച്ച് അത് പെട്ടെന്ന് മെൽറ്റ് ആവാനൊന്നും പോണില്ല. അത് നമുക്ക് അതിന് ചൂട് കിട്ടണ അനുസരിച്ച് അത് മെൽറ്റ് ആയിക്കോളും. നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നാലുണ്ടല്ലോ നിറയെ പതയാകും, പിന്നെ അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കണവരാണെങ്കിൽ അവർക്കൊന്നും അത് ചെയ്യാൻ പറ്റില്ല, നിറയെ പതയായിപ്പോവും. അപ്പോൾ ഇളക്കണ്ട, അവിടെ സാവധാനം അവിടെ ഇരുന്ന് മെൽറ്റ് ആയിക്കോളൂ കേട്ടോ. ആദ്യം ഉണ്ടാക്കുമ്പോൾ കുറച്ച് സമയമൊക്കെ എടുത്ത് ചെയ്താൽ മതി. നമുക്കിനി ഇതിലേക്ക് വേണ്ട ഹണിയൊക്കെ അളന്നെടുക്കാം. അപ്പം ഞാനിവിടെ 1/2 കിലോ ബേസാണ് എടുത്തേക്കണത്. അപ്പം അതിലേക്കൊരു 25 ml ഒക്കെ ഹണി മതിയാവും കേട്ടോ. അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് 25 ml ഹണി എടുക്കാം. അപ്പോൾ 25 ml ഹണി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഫ്രാഗ്രൻസ്. നമ്മളിപ്പോൾ അത് എടുത്ത് വെക്കണ്ട കേട്ടോ. അത് ബേസ് മെൽറ്റായി ഹണിയും വെജിറ്റബിൾ ഗ്ലിസറിൻ, വൈറ്റമിൻ ഇ, കളറ് എല്ലാം ചേർത്ത് കൊടുത്ത് ലാസ്റ്റ് മോൾഡിലേക്ക് ഒഴിക്കാൻ നേരം മാത്രം ഫ്രാഗ്രൻസ് അത് ഓപ്പൺ ചെയ്താൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ലൊക്കെ പോകൂലേ. അപ്പോൾ ഞാൻ ഹണി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ബേസ് മെൽറ്റായ ശേഷം ഈ ഹണി ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഫ്രാഗ്രൻസ് ഏറ്റവും ലാസ്റ്റാണ് ഒഴിക്കേണ്ടത്. കളറും വെജിറ്റബിൾ ഗ്ലിസറിൻ ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. ബേസ് മെൽറ്റാക്കി കൊണ്ടുവരട്ടെ കേട്ടോ.
നമ്മുടെ ബേസ് മെൽറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ സ്പൂണൊന്നും ഇട്ട് ഇളക്കിയില്ല. അത് എന്നിട്ട് തന്നെ ഉണ്ട് ചെറിയ ഇത് കുഴപ്പമില്ല, കളയണമെന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇതിലും കൂടുതൽ പത വരയണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ സ്പൂൺ കൊണ്ട് ഇങ്ങനെ നീക്കി കളയണമെങ്കിൽ കളയാം കേട്ടോ. ഇതിപ്പോൾ കളയണമെന്നില്ല കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ആദ്യം തന്നെ ഹണി ചേർത്ത് കൊടുക്കാം കേട്ടോ. അത്രയും ശുദ്ധമായ ഹണി ആയതുകൊണ്ട് നമുക്ക് ഈ അളവ് മതി കേട്ടോ. ഹണി ഒറിജിനൽ അല്ലെങ്കിൽ പിന്നെ 25 ml പോയിട്ട് 100 ml ചേർത്ത് കൊടുത്തിട്ടും ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഞാനൊന്ന് തൂത്തൊഴിക്കട്ടെ കേട്ടോ. അപ്പം ഞാനത് മുഴുവനായിട്ട് തൂത്തൊഴിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇത് നമ്മുടെ ഹണി ഒറിജിനൽ ആയതുകൊണ്ട് ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ മിക്സായി കിട്ടാൻ ഇത്തിരി പാടായിരിക്കും. അതിങ്ങനെ അടിപ്പോയി കിടക്കും, അത് ഇത്തിരി സമയം എടുക്കും. ഞാനതുകൊണ്ട് തന്നെ അടിയിലെ പാത്രത്തിൽ ചൂടുവെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബേസ് പെട്ടെന്ന് കട്ടിയാവില്ല, അങ്ങനെ തന്നെ ഇരുന്നോളും. അപ്പോൾ കുറച്ച് സമയമായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് ഇളക്കരുത് കേട്ടോ. സാവധാനം ഇളക്കണം. ഷെയ്ക്ക് ചെയ്താൽ അത് പിന്നെ പതയാവും. ഇപ്പം അത് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വൈറ്റമിൻ ഇയും വെജിറ്റബിൾ ഗ്ലിസറിനും ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ കയ്യിൽ ഹണിയിൽ ഇട്ട് വെച്ച വെളുത്തുള്ളി ഹണിയിൽ ഇട്ടതൊക്കെ ഉണ്ട് കേട്ടോ. അത് ഈ മഴക്കാലത്ത് പ്രതിരോധ ശക്തി കിട്ടാനൊക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ. കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കാനും അത് തന്നെയല്ല, അതിൽ ഒത്തിരി ഗുണങ്ങളുണ്ട് അതിന്. ഇപ്പം എല്ലാവരും ചാറ്റ് ജിപിടിയും ജെമിനിയൊക്കെയാണല്ലോ, പിന്നെ എല്ലാവരും അടുത്തുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് അടിച്ച് നോക്കിയാലും മതി, നമുക്കത് അറിയാൻ പറ്റും. ഇനി നമുക്ക് വൈറ്റമിൻ ഇ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ വെജിറ്റബിൾ ഗ്ലിസറിൻ അത് ഒരു 5 ml ഒഴിച്ചു കൊടുക്കാം. വൈറ്റമിൻ ഇ ഓയിൽ ഞാനൊരു 1/2 ടീസ്പൂണോളമാണ് ഒഴിച്ചു കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ അടിയിലിരിക്കുന്ന വെള്ളമൊക്കെ ചൂടാറി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നണം. നമ്മൾ പെട്ടെന്ന് ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ, ഞാൻ വീഡിയോ എടുക്കണോണ്ടാണ്, അല്ലെങ്കിൽ ഞാനിതൊക്കെ വേഗം അങ്ങോട്ട് ചെയ്യും, അല്ലെങ്കിൽ പിന്നെ അത് കട്ടിയാവാൻ തുടങ്ങും. ഇപ്പോൾ ഒരുവിധം പിയേഴ്സിൻ്റെ കളറൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ ഹണിയുടെ. ഇനി നമുക്ക് കളറ് ഒത്തിരി ചേർക്കേണ്ട വരില്ല. ഇനി നമുക്ക് കളറ് ചേർത്ത് കൊടുക്കാം പിയേഴ്സിൻ്റെ. ഒരു മിനിറ്റ്. ഒരു 5 തുള്ളി കളറാണ് കേട്ടോ ഞാൻ ചേർത്തത്. നമുക്ക് നോക്കാം ഇനി ചേർക്കണമെന്ന് നോക്കാം. വേണമെങ്കിൽ ഒരു 2 ഡ്രോപ്സ് കൂടി നമുക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ 1/2 കിലോയിലേക്ക് ഞാൻ ഒരു 7 തുള്ളി കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 തുള്ളിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ പത വരാത്ത വിധം ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കളറും എല്ലാം നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. കണ്ടോ, ഇത്രയും കളർ മതി കേട്ടോ. ഞാൻ 1/2 കിലോയിലേക്ക് 7 തുള്ളിയാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് ഫ്രാഗ്രൻസ് മാത്രമേ ചേർക്കാനുള്ളൂ. പെട്ടെന്ന് അതും കൂടിയും ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ എപ്പോഴും 1 കിലോ ബേസിലേക്ക് 25 ml സ്മെല്ലാണ് ചേർത്ത് കൊടുക്കാറ് കേട്ടോ. അപ്പോൾ ഒരു 12.5 ml നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് 1/2 കിലോ ബേസാണല്ലോ. അപ്പോൾ നമുക്കിനി ഈ സ്മെല്ലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിപ്പോൾ സ്മെല്ല് ചേർത്ത് കൊടുത്തിട്ട്, പക്ഷേ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടായില്ല. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് സ്മെല്ലോടി എടുത്തതാണ് കേട്ടോ. എന്തായാലും സോപ്പിന് നല്ല മണം ഇരിക്കട്ടെ എന്തായാലും. അപ്പോൾ നമുക്കിനി വേറെ പണിയൊന്നുമില്ല കേട്ടോ. നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കാം, മോൾഡിലേക്ക് ഒഴിക്കാം. ഇതാണ് പിയേഴ്സ് സോപ്പ് കേട്ടോ. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എല്ലാം അടുത്തെടുത്ത് വെക്കാം കേട്ടോ. അത് ഞാനിപ്പോൾ വീഡിയോ എടുക്കണോണ്ട് ഒത്തിരി ടൈം എടുക്കണം കേട്ടോ. ഇപ്പോൾ ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചേക്കുവാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇത് കട്ടയാവാത്തത്.
നമ്മുടെ മോൾഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് 90 ഗ്രാമിൻ്റെ മോൾഡാണ് കേട്ടോ. നല്ല ഒറിജിനൽ ഹണി ചേർത്ത നല്ല അടിപൊളി പിയേഴ്സ് സോപ്പ്. ഇത് എനിക്ക് ഒരു ഓർഡർ ഉണ്ട് കേട്ടോ. അതാണ് ഈ സോപ്പ് ഞാൻ ചെയ്തത്. 5 സോപ്പിൻ്റെ ഒരു ഓർഡർ ഉണ്ട്. പിന്നെ ഒരു ചെറിയ സോപ്പും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് പിന്നെ റബ്ബിങ് ആൽക്കഹോളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ ഇനിയിപ്പോൾ ഇങ്ങനെ പത വന്നാലും ആ സ്പൂണിൻ്റെ അടിവശം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി. ഇപ്പോൾ നമുക്കൊരു സെയിലിനുള്ളതായതുകൊണ്ട് ഞാൻ റബ്ബിങ് ആൽക്കഹോൾ അടിക്കുന്നുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ ഇനി നമ്മുടെ സോപ്പ് ഇവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ, എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ സോപ്പൊക്കെ ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കത് മോൾഡിൽ നിന്ന് എടുക്കാം. കണ്ടോ, സോപ്പ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 1.5-2 മണിക്കൂർ മതി കേട്ടോ ഈ സോപ്പൊന്ന് സെറ്റായി കിട്ടാനായിട്ട്. കുറഞ്ഞ ബേസൊക്കെ ആണെങ്കിൽ പലരും എന്നെ ഡൗട്ട് വിളിച്ച് ചോദിക്കും, സോപ്പ് സെറ്റ് ആവണില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ബേസ് കുറഞ്ഞ ബേസൊക്കെ ആണെങ്കിൽ സോപ്പ് സെറ്റ് ആവാൻ സമയം എടുക്കും കേട്ടോ. അത് തന്നെയല്ല, കുറഞ്ഞ ബേസ് ആകുമ്പോൾ അതനുസരിച്ച് ഇതിൽ ചേർക്കണ ഇൻഗ്രീഡിയൻസും നിങ്ങൾ കുറയ്ക്കണം. ഇപ്പം ഞാൻ പ്രീമിയം ക്വാളിറ്റി ബേസിൽ ചേർക്കേണ്ട അളവുകളാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടണത് കുറഞ്ഞ ബേസ് ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിൻ്റെ പകുതിയൊക്കെ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ പ്രീമിയം ക്വാളിറ്റിയുടെ ബേസ് കിട്ടണമെന്നില്ലല്ലോ. അപ്പം എൻ്റെ കയ്യിൽ പ്രീമിയം ക്വാളിറ്റി ബേസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് ഞാനത് അയച്ചു തരാം കേട്ടോ. അപ്പോൾ സോപ്പ് ഉണ്ടാക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ അത് പറഞ്ഞാൽ മതി, വാട്സപ്പിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ പലരും ഫ്ലിപ്കാർട്ട്, ആമസോണിൽ നിന്നൊക്കെ ബേസ് വാങ്ങണവരുണ്ട്. അത് തന്നെയല്ല, പല സ്ഥലങ്ങളിലും ബേസൊക്കെ കിട്ടണതൊക്കെ ഉണ്ട്. അതൊക്കെ പ്രീമിയം ക്വാളിറ്റി ആയിരിക്കില്ല കേട്ടോ ബേസൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ബേസൊക്കെ ആകുമ്പോൾ നിങ്ങൾ ഞാനിതിൽ ചേർത്ത അത്രയും ഇൻഗ്രീഡിയൻസ് ഒന്നും അതിൽ ചേർക്കരുത്. അങ്ങനെയൊക്കെ ചേർക്കുമ്പോൾ സോപ്പിന് കട്ടി ഉണ്ടാവില്ല, പത ഉണ്ടാവില്ല. അത് തന്നെയല്ല, സോപ്പ് പെട്ടെന്ന് അലിഞ്ഞൊക്കെ തീർന്നു പോകും. അപ്പോൾ പ്രീമിയം ക്വാളിറ്റി ബേസ് ആണെങ്കിൽ ഇപ്പോൾ ഒരു 2-3 ആഴ്ചയൊക്കെ ഉണ്ടാവും കേട്ടോ ഈ ഒരു സോപ്പ്. 1 മാസത്തോളം ഉണ്ടാവും ഒരു സോപ്പൊക്കെ. നമുക്കൊരു പിയേഴ്സ് സോപ്പ് വാങ്ങിയാൽ അതിപ്പോൾ നമുക്ക് ഒരാഴ്ചയൊക്കെയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനേക്കാളും നല്ല സോപ്പാണ് നമ്മൾ ഉണ്ടാക്കണ ഒറിജിനൽ പിയേഴ്സ് സോപ്പ് കേട്ടോ. പിന്നെ ഇനി ഇത് നിങ്ങൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക. മോൾഡിൽ നിന്ന് എടുത്താൽ അപ്പം തന്നെ അത് ക്ലിൻ റാപ്പിൽ പൊതിഞ്ഞ് വെക്കുക. ക്ലിൻ റാപ്പ് ഇല്ലാത്തവരാണെങ്കിൽ ഈ പ്ലാസ്റ്റിക് കവറിൽ ഒക്കെ ഇട്ട് വെക്കുക കേട്ടോ. അത് ഇപ്പോൾ ഒന്നാമത്തെ കാര്യം മഴ ആയതുകൊണ്ട് ഈ സോപ്പിൽ ഈർപ്പം പിടിക്കും. ഈർപ്പം പിടിച്ചാൽ പിന്നെ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. സോപ്പ് പിന്നെ നമുക്ക് കളയേണ്ട വരും. അപ്പോൾ അതുകൊണ്ട് സോപ്പ് മോൾഡിൽ നിന്ന് എടുത്ത് അപ്പം തന്നെ പൊതിഞ്ഞ് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടി ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ക്ലിൻ റാപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ നിവർത്തി വെക്കാം. ഇത്തിരി വലിയ ക്ലിൻ റാപ്പ് ആയതുകൊണ്ട് ഇതിലിപ്പോൾ നമുക്ക് ഒരേ സമയം 3 സോപ്പൊക്കെ വെച്ച് പൊതിഞ്ഞെടുക്കാൻ പറ്റും. ഇങ്ങനെ 3 എണ്ണം ഇങ്ങനെ നിരത്തി വെക്കാം. കാണാൻ പറ്റണില്ലേ? അങ്ങനെ വെച്ചിട്ട് നമുക്കിത് ഈ സൈഡ്, ഞാൻ ഇതിനു മുമ്പ് ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ സൈഡ് ഇങ്ങോട്ട് മടക്കാം, ഈ സൈഡ് ഇങ്ങോട്ട് മടക്കാം. എന്നിട്ട് കത്തി കൊണ്ട് അത് മാറ്റി വെക്കാം. എന്നിട്ട് ഓരോ പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് സിമ്പിളായിട്ട് ഇത് വലിച്ച് പിടിച്ചിട്ട് ഇത് അടിയിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കാം. ഉണ്ടോ?
അപ്പം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടൊക്കെ ചെയ്യണവർക്കത് സിമ്പിളാക്കി കിട്ടും കേട്ടോ. ഉണ്ടല്ലേ. അപ്പോൾ എല്ലാ സോപ്പും ഞാൻ അതുപോലെ ക്ലീൻ റാപ്പിൽ ഇങ്ങനെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സോപ്പിൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ഒന്ന് സോപ്പ് ഉണ്ടാക്കി പഠിക്കട്ടെ എല്ലാവരും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. എത്ര സോപ്പ് ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്തവർക്കാണെങ്കിലും ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് ഇതേപോലെ സോപ്പ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്.